നായപ്പേടിയിലാണ് ആലപ്പുഴക്കാരുടെ ജീവിതം. ജില്ലയിൽ ഒരു ദിവസം ഒരാളെയെങ്കിലും നായ ആക്രമിക്കും. മുറ്റത്ത് വിശ്രമിക്കുകയായിരുന്ന വയോധികയെ തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നുവെന്ന് മാത്രമല്ല, പേവിഷബാധയേറ്റ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം 5 പേരെങ്കിലും ആലപ്പുഴ ജില്ലയിൽ മരിച്ചിട്ടുണ്ട്. ചെറു ഇടവഴികൾ മുതൽ ദേശീയ പാതകൾ വരെ, റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും എന്ന് വേണ്ട, മനുഷ്യനുള്ളിടത്തെല്ലാം നായ്ക്കളുമുണ്ട്. ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റമായ വലിയഴീക്കലിലാണ് വീട്ടുമുറ്റത്ത് വിശ്രമിക്കുകയായിരുന്ന വയോധികയെ കഴിഞ്ഞ ഡിസംബറിൽ തെരുവു നായ്ക്കൾ കടിച്ചു കൊന്നത്. 2 മാസത്തോളമായിട്ടും ഇവിടുത്തെ അവസ്ഥയ്ക്ക് കാര്യമായ ഒരു മാറ്റവുമില്ല. പട്ടിശല്യത്തിന് വലിയ കുറവുണ്ടോ? ഒരു കുറവുമില്ല. പട്ടിശല്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെളിയിൽ ഇറങ്ങാൻ വയ്യ, പേടിയാണ്. വീട്ടിൽ രാത്രി കിടന്നു 4 ചുറ്റും, വീടുകളുടെ 4 ചുറ്റും രാത്രിയിലൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞാൽ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി പോകാനോ ഒരാൾക്ക് നടന്നു പോകാനോ പറ്റാത്ത സാഹചര്യമാണ്. വലിയ ബുദ്ധിമുട്ടാണോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങി വരുമ്പോൾ 3 എണ്ണം എൻ്റെ പുറകെ ചുറ്റും ഈ തൊഴിലുറപ്പിന് പോകാൻ നേരത്ത് വരുന്നത്. പിന്നെ എന്ത് ചെയ്യാനാണ്, പട്ടിയുടെ ഭയങ്കര ശല്യം. പഞ്ചായത്തൊന്നും ഇടപെട്ട് ഒന്നും ചെയ്തില്ലയോ? ഇല്ല മോനെ, ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളിങ്ങനെ പട്ടിയുടെ കടിയും കൊണ്ട് റോഡിൽ നിന്ന് വണ്ടി വരുമ്പോൾ ഓടിപ്പെരയെ കയറുക, രാത്രി ഒട്ടും ഇറങ്ങാൻ വയ്യ. എട്ടു മാസം മുൻപാണ് പള്ളിപ്പാട് കോട്ടക്കയം സ്വദേശിയായ 9 വയസ്സുകാരൻ ദേവനാരായണൻ പേവിഷബാധയേറ്റ് മരിച്ചത്. പട്ടി മാന്തിയ വിവരം കുട്ടി വീട്ടിൽ പറഞ്ഞിരുന്നില്ല. വീണുണ്ടായ മുറിവിന് മാത്രം ഡോക്ടർമാർ ചികിത്സയും നൽകി. നായ കടിച്ചതിന് പിന്നാലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ് എടുത്തെങ്കിലും 2 വയോധികർ മാസങ്ങൾക്ക് ശേഷം മറ്റു രോഗങ്ങളാൽ മരണപ്പെട്ടു. ഏറ്റവും ഒടുവിലായി ചാരുമൂട്ടിൽ 9 വയസ്സുകാരനും പേവിഷബാധയെ തുടർന്ന് ജീവൻ നഷ്ടമായി. നായശല്യം കുറയ്ക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്തേ? ഇപ്പം കുറയ്ക്കാൻ വെച്ചാൽ നമ്മളിപ്പോൾ വാക്സിനേഷൻ എല്ലാ വാർഡുകളും ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ വാർഡിൽ തന്നെ ഇപ്പോൾ 2 തവണ തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചായത്ത് മീറ്റിംഗ് നമ്മൾ കൂടിയിട്ട് ABC സംവിധാനം ചെയ്യാവുന്നുള്ളൊരു ആലോചനയുണ്ട്. നായശല്യം പഴയ പോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഈ ഭാഗത്ത് അത്ര ശല്യം കാണുന്നില്ല, എങ്കിലും ഉണ്ട്. കഴിഞ്ഞ മാസം വള്ളികുന്ന് 6 പേരെയാണ് ഒരു ദിവസം ഒരേ നായ കടിച്ചത്. പേവിഷബാധ സ്ഥിരീകരിച്ച നായ പിന്നീട് ചത്തു. ഇത്രയൊക്കെ ആയിട്ടും തെരുവു നായ്ക്കൾ പെറ്റുപെരുകുന്നത് നിയന്ത്രിക്കാൻ ജില്ലയിൽ ഒന്നും ചെയ്യുന്നില്ല. എന്നു മാത്രമല്ല, ഒരു ABC സെന്റർ പോലും ആലപ്പുഴയിൽ ഇല്ല എന്നതാണ് ദുഃഖകരമായ വസ്തുത. ഇതേപോലെ നായ്ക്കളാണ് എല്ലായിടത്തും. കടികൊള്ളാതെ പരമാവധി സൂക്ഷിക്കുക, അഥവാ കൊണ്ടാൽ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക. അല്ലാതെ ഭരണകൂടം എന്തെങ്കിലും ഈ വിഷയത്തിൽ ചെയ്യുമെന്ന് പ്രതീക്ഷ വേണ്ട. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.